ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് PSC 10th പ്രിലിംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ്. അപ്പോൾ കെമിസ്ട്രിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിലെ ടോപ്പിക്കായിട്ടുള്ള അയിരുകളും ധാതുക്കളും, രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള അയിരുകളും ധാതുക്കളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് അയിര്, എന്താണ് ധാതു? ധാതു എന്ന് പറയുന്നത് മിനറലാണ് അല്ലേ. ഇംഗ്ലീഷ് ടേം വന്നിട്ട് പറയുന്നത് മിനറലാണ്. ലോഹാംശങ്ങൾ അടങ്ങിയിട്ടുള്ള പ്രകൃതിജന്യ വസ്തുക്കളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ധാതുക്കൾ. അപ്പോൾ കുഴിച്ചെടുക്കുന്നത് കേട്ടോ, അത് കുഴിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ധാതുക്കളിൽ നിന്നാണ് നമ്മൾ ലോഹങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ധാതുക്കളിൽ നിന്നും ലോഹങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് രാസപ്രക്രിയ വഴിയാണ് കേട്ടോ. രാസപ്രക്രിയ വഴിയാണ് നമ്മൾ ധാതുക്കളിൽ നിന്ന് നമ്മൾ ലോഹങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അയിര് എന്താണെന്ന് നോക്കാം. ധാതുവിൽ നിന്ന് വേഗത്തിൽ എളുപ്പത്തിൽ ലോഹം വേർതിരിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിനെ അതിൻ്റെ അയിര് ആക്കാം അല്ലേ. എന്താണ്? ധാതുവിൽ നിന്ന് വേഗത്തിൽ അല്ലെങ്കിൽ എളുപ്പത്തിൽ ലോഹം വേർതിരിച്ചെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് അതിൻ്റെ അയിരാണ് എന്ന് പറയാം. അപ്പോൾ ഇത് ജസ്റ്റ് ഡെഫിനേഷൻ ആണ്. അപ്പോൾ നമുക്കിതിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഒരു ധാതു, അതിന് വരുന്ന അയിരുകൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിത് പഠിക്കുക വേണം. കാരണം നമുക്ക് ഓരോ എക്സാമിന് ഏതാ ചോദിക്കുക, ചിലപ്പോൾ ഇരുമ്പിൻ്റെ അയിര് ഏതാന്ന് ചോദിക്കും, ഓപ്ഷൻസ് തന്നിട്ട് ഏതാന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഇന്നതാണ് ഇപ്രാവശ്യം ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സ്ഥിരമായി ചോദിക്കുന്നതിൽ പെട്ടിട്ടുള്ളതാണ് ഈ ഇരുമ്പൊക്കെ. അപ്പോൾ എന്താ പറയുക, നമുക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത് ഇതെല്ലാം പഠിച്ച് വെക്കുക, വേറെ നിവൃത്തിയൊന്നുമില്ല, ഇതെല്ലാം പഠിച്ച് വെക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇരുമ്പിൻ്റെ അയിര് എന്ന് പറയുന്നത് മാഗ്നറ്റൈറ്റ്. ശ്രദ്ധിക്കുക, മാഗ്നറ്റൈറ്റ് ആണ് കേട്ടോ. ഹാമറ്റൈറ്റ്, അതുപോലെ അയൺ പൈററ്റൈസ്. അപ്പോൾ MHI എന്ന് നമുക്ക് വേണമെങ്കിൽ കോഡ് കൊടുക്കാം. MHI അല്ലെങ്കിൽ മാഗ്നറ്റ്, എല്ലാം ഒരു ടൈറ്റിലാണ് അല്ലേ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്യുക. ഇരുമ്പിൻ്റെ എല്ലാം ഒരു ടൈറ്റിലാണ്. മാഗ്നറ്റൈറ്റ്, ഹാമറ്റൈറ്റ്, അയൺ പൈററ്റൈസ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അത് നോട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ MHI, മാഗ്നറ്റൈറ്റ്, ഹാമറ്റൈറ്റ്, അതേപോലെ തന്നെ അയൺ പൈററ്റൈസ്, MHI. അതുപോലെ അടുത്തത് വരുന്നതാണ് മഗ്നീഷ്യം. അപ്പം മഗ്നീഷ്യം മാഗ്നസൈറ്റ്, അതേപോലെ ഡോളോമൈറ്റ്, അതുപോലെ കാൽസൈറ്റ്. പിന്നെ മാഗ്നസൈറ്റ്. അപ്പം മഗ്നീഷ്യം അങ്ങനെ MDK എന്ന് വേണമെങ്കിൽ നമുക്ക് ഷോർട്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ അലുമിനിയം എന്താ? ബോക്സൈറ്റ്, അതേപോലെ തന്നെ ക്രയോലൈറ്റ്. അപ്പോൾ നമുക്കറിയാം എന്താ, നമുക്കൊരു അലുമിനിയം എന്ന് പറയുമ്പോൾ നമുക്ക് അലുമിനിയം പാത്രങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് ശബ്ദങ്ങൾ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇടി, അങ്ങനത്തെ ഒരു ശബ്ദം. അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അതൊരു ഞാൻ ആലോചിച്ച് വെക്കുന്ന ഒരു കാര്യമാണ് അലുമിനിയം. അപ്പോൾ അതുപോലെ തന്നെ ബോക്സൈറ്റ്, അതേപോലെ തന്നെ ക്രയോലൈറ്റ്. ക്രയോ എന്ന് പറയുമ്പോൾ ഒരു കരി അങ്ങനെ. അപ്പോൾ അലുമിനിയം പാത്രം നമ്മൾ അടുപ്പത്ത് അങ്ങനെ എന്താ പറയുക, ഈ പാത്രം യൂസ് ചെയ്യുമ്പോൾ കരി വരുന്ന ഒരു കാര്യം നമ്മൾ ഇതാക്കാം. അപ്പോൾ അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാം. അപ്പോൾ അലുമിനിയം, ബോക്സൈറ്റ്. അലുമിനിയം ശബ്ദം ഉണ്ടാകുന്നുണ്ട്, അപ്പോൾ ശബ്ദം ബോക്സിങ് ചെയ്യുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ബോക്സൈറ്റ് ഇടി കൂടുമ്പോൾ ഒരു ബഹളം ഉണ്ടാവണം, അത് ആലോചിച്ചാൽ മതി. പിന്നെന്താ, നമ്മൾ പാത്രം ആയതുകൊണ്ട് തന്നെ ക്രയോലൈറ്റ്, കരി ഉണ്ടാകുന്ന ക്രയോ എന്ന് അങ്ങനെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ ടിന്ന്, ആസിറ്റേറ്റ്. പിന്നെ നമ്മൾ വരുന്നത് ലെഡാണ്. ലെഡിൻ്റെ എന്താ ഇമ്പോർട്ടൻ്റ് ആണ്, ലെഡ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഗലീന, അതേപോലെ സെറൂസൈറ്റ്, ലിതർച്ച്. 3 എണ്ണം പഠിക്കണം. ഗലീന, ലെഡ്, ഗലീന, സെറൂസൈറ്റ്, ലിതർച്ച്. അടുത്തത് വരുന്നത് കോപ്പറാണ്. കോപ്പർ വന്നിട്ട് മാലക്കൈറ്റ്, പിന്നെ അതുപോലെ ചാൽക്കോലൈറ്റ്. അതുപോലത്തെ മാലക്കൈറ്റ്, അതുപോലെ തന്നെ എന്താ പറയുക ചാർക്കോലൈറ്റ്. അതേപോലെ അടുത്തത് വെള്ളി, സ്വർണം, പ്ലാറ്റിനം. ഇതൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് നോട്ട് ചെയ്തേക്കുക. അർജൻറ്റൈറ്റ്, വെള്ളി എന്ത് അർജൻറ്റീനയ്ക്ക് കിട്ടിയെന്ന് ആലോചിച്ചാൽ മതി. അർജൻറ്റീന വെള്ളി നേരെ. അപ്പം എന്താ പറയുക, വെള്ളി, അർജൻറ്റൈറ്റ്. അതുപോലെ സ്വർണം, ബിസ്മത്ത് അറൈറ്റ്. നമുക്ക് സ്വർണത്തിൻ്റെ പഠിക്കാൻ ബിസ് എന്ന് പറയുന്നത് എന്താ, BIS എന്ന് ഉദ്ദേശിക്കുക. ബിസ് എന്ന് ഉദ്ദേശിക്കുന്നത് BIS. അപ്പം ഞാൻ പറയാം ബിസ്മത്തൈറ്റ്, BIS ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ സ്വർണത്തിൻ്റെ കേസ് പഠിക്കുമ്പോൾ ബിസ്മത്ത് അറൈറ്റ് ആലോചിക്കുമ്പോൾ BIS. അപ്പോൾ പ്ലാറ്റിനം സ്പെറിലൈറ്റ്. പ്ലാറ്റിനം എന്താണ്? സ്പെറിലൈറ്റ് ആണ് കേട്ടോ. അടുത്തത് യുറേനിയം.
പിച്ച് ബ്ലെൻഡ്. യുറേനിയം എന്താണ്? പിച്ച് ബ്ലെൻഡ് ആണ്, ചോദിച്ചു കണ്ടിട്ടുണ്ട്. യുറേനിയം പിച്ച് ബ്ലെൻഡ്. അതുപോലെ തോറിയം മോണോസൈറ്റ്. തോറിയം എന്താണ്? മോണോസൈറ്റ്. തോറിയം മോണോസൈറ്റ്. അപ്പോൾ നമ്മൾ തോറിയം എന്ന് പറയുമ്പോൾ തൊണ്ട ആലോചിക്കുക. അപ്പോൾ തോന്നാണ് വരുന്നത്, അപ്പോൾ തൊണ്ട ആലോചിക്കുക. അപ്പോൾ തൊണ്ടയിൽ വരുന്നുള്ളതാണ് നമ്മൾക്ക് എന്ത് വായ റിലേറ്റ് ചെയ്ത് മോണ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ തോറിയം ആലോചിക്കുമ്പോൾ എന്താ? മോണ ആലോചിക്കുക. അപ്പോൾ തോറിയം മോണോസൈറ്റ്. ഇനി മാംഗനീസ് എന്താ? മാംഗനീസ് പൈറോലുസൈറ്റ്. മാംഗനീസ് എന്താ? പൈറോലുസൈറ്റ്. പിന്നെ ടൈറ്റാനിയം ഇൽമെറ്റൈറ്റ്. റൂട്ടെയിൽ ടൈറ്റാനിയം. അപ്പോൾ ടൈറ്റാനിയം കപ്പൽ. അപ്പോൾ നമ്മളങ്ങനെ പറയുമ്പോൾ എന്താ? റൂട്ട് ആലോചിക്കുക. അപ്പോൾ റൂട്ടെയിൽ, ഇൽമെറ്റൈറ്റ്, അതുപോലെ തന്നെ റൂട്ടയിൽ. പിന്നെ വനേഡിയം ആണ്. വനേഡിയം പെട്രോനൈറ്റ്. അപ്പം വനേഡിയം വനം ആലോചിക്കുക. അപ്പോൾ വനത്തിൽ നമ്മൾ നൈറ്റ് പോയി, അപ്പോൾ പെട്രോനൈറ്റ്. എന്താ? പെട്രോനൈറ്റ് കേട്ടോ. സിങ്ക് കലാമൈൻ. പിന്നെ മെർക്കുറി സിന്നബാർ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പല സ്ഥലത്തും കേട്ടിട്ടുള്ളതാണ്. മെർക്കുറി സിന്നബാർ. അടുത്തത് സോഡിയം ചിലി സാൾട്ട് പീറ്റർ. സോഡിയം ചിലി സാൾട്ട് പീറ്റർ. പിന്നെ പൊട്ടാസ്യം കാർണലൈറ്റ് സാൾട്ട് പീറ്റർ. പിന്നെ കാൽസ്യം ജിപ്സം. കാൽസ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാൽസ്യം ജിപ്സം. അപ്പം നമ്മൾ ഇത്രയ്ക്കാണ് അതിൻ്റെ അയിരുകളും അതുപോലെ ധാതുക്കളെ പറ്റിയിട്ടുള്ള കുറച്ച് നമുക്ക് എന്താ പറയുക, ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. എല്ലാം പഠിച്ചേക്കാമെന്നാണ് പറയുക, കാരണം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പല എക്സാമിനും പലതും ചോദിച്ച് കണ്ടിട്ട്. ഇനി നമുക്ക് ഇങ്ങനെയാവും ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ഇതിൻ്റെ അയിര് ഏത് അല്ലെങ്കിൽ ഇത് ഏതെന്ന് പറഞ്ഞ ഓപ്ഷൻസ് തരും. ഇനി അതിന് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ഈ ഭാഗത്തു നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ ഒരു മോഡൽ ക്വസ്റ്റ്യൻ അതാണ്. ഈ അയിര് ധാതു തന്നിട്ട് അയിരുകൾ ഏതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതായിരിക്കും ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. അതല്ലാണ്ട് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന അയിര് ഏത്? അതാണ് അയൺ പൈററ്റൈസ്. എന്താണ്? അയൺ പൈററ്റൈസ് ആണ് വിഡ്ഢികളുടെ സ്വർണം എന്ന് അറിയപ്പെടുന്ന അയിര് കേട്ടോ. അയൺ പൈററ്റൈസ് നോട്ട് ചെയ്യുക. വിഡ്ഢികളുടെ സ്വർണം എന്ന് അറിയപ്പെടുന്ന അയിര് ഏത്? എന്താണ്? അയൺ പൈററ്റൈസ്. ജിപ്സം ഏത് ലോഹത്തിന്റെ ധാതുവാണ്? നമ്മൾ പഠിച്ചു കാൽസ്യം അല്ലേ. ജിപ്സം ഏത് ലോഹത്തിന്റെ ധാതുവാണ്? കാൽസ്യം. കാൽസ്യത്തിന്റെ. അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾ അറിയപ്പെടുന്ന പേര്. ഗ്യാങ്. എന്താണ്? ഗ്യാങ്. ഹാമറ്റേറ്റിന്റെ രാസസൂത്രം Fe2O3. ഗാൽവനൈസിംഗിൽ ഇരുമ്പിന്റെ ലോഹാംശം തുടയാൻ ഏത് ലോഹം കൊണ്ടാണ് ആവരണം ചെയ്തിരിക്കുന്നത്? സിങ്ക്. ഉത്തരം സിങ്ക്. കോപ്പർ സൾഫേറ്റ് ലായനിയിൽ നിന്നും കോപ്പറിനെ വേർതിരിക്കാൻ താഴെ പറയുന്നവയിൽ നിന്ന് ഏത് ലോഹമാണ് ഉപയോഗിക്കുന്നത്? അയൺ. അപ്പോൾ നമുക്കറിയാം ഇരുമ്പ്. 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, കെമിസ്ട്രി പാഠം എടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഈ ഒരു കോപ്പർ സൾഫേറ്റിൻ്റെ കാര്യം നമ്മളതിൽ പറയുന്നുണ്ട്. ഈ വേർതിരിക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റ് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതേതാണ്? ഇരുമ്പ് കേട്ടോ. സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം സ്വർണം. സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം സ്വർണ്ണമാണ് കേട്ടോ. അപ്പോൾ ബോക്സൈറ്റ് ധാതു സംസ്കരിച്ചുണ്ടാക്കുന്ന ലോഹം അലുമിനിയം. ഇനി മോണ്ടസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്? നിക്കൽ. ബ്രാസ് ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരമാണ്? ചെമ്പ്, സിങ്ക്. കാർബൺ ഇരുമ്പും ചേർന്നുണ്ടാകുന്ന വസ്തു ഏത്? ഉരുക്ക്. ഒരു ലോഹം വേർതിരിച്ചെടുക്കുന്നതിൽ ഏതിൽ നിന്നാണ്? അയിരിൽ നിന്നാണ്. എന്ത് ലോഹം? നമ്മൾ ഫസ്റ്റ് ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ലോഹം വേർതിരിച്ചെടുക്കുന്നത് ഏതിൽ നിന്നാണ്? അയിരിൽ നിന്ന് കേട്ടോ.